വെൽക്കം. റഹ്മാനാണ്. ബാക്കംസ്ട്രീ മെറ്റബോളിസം സീരീസിൽ ഈ വീഡിയോ ബയോളജിക്കൽ ഓക്സിഡേഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ കുറിച്ചിട്ടാണ്, ETC കുറിച്ചിട്ടാണ്. സോ ETC പറയാൻ നമുക്ക് ഇതുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഒന്ന്, ബയോളജിക്കൽ ഓക്സിഡേഷനെ കുറിച്ച് പറയണം. രണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ തന്നെയാണ് അവിടെ ഉള്ളത്. മൂന്നാമത്തത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. സോ ഈ മൂന്ന് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, ഫുഡ് മെറ്റീരിയൽസിൽ നിന്ന് ATP, ഫുഡിൽ നിന്ന് എങ്ങനെ ATP ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫൈനലായിട്ട് ATP ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്ന് പറയും. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഭക്ഷണം ദഹിക്കണം, അത് അബ്സോർബ് ചെയ്യണം. ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അവിടെ ഏറ്റവും ചെറിയ മോളിക്കുലായിട്ടുള്ള മോണോസാക്കറൈഡ്സ് ആകണം, ദെൻ അമിനോ ആസിഡ്സ് ആകണം, ദെൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ ആയി അബ്സോർബ് ചെയ്യപ്പെടുന്നതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് ഓർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. ബയോളജിക്കൽ ഓക്സിഡേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. രണ്ടാമത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് ഒന്നുകിൽ അസറ്റൈൽ കോയെ ഉണ്ടാവണം. അസറ്റൈൽ കോയെ നേരിട്ട് അസറ്റൈൽ കോയയാകാം, ഇല്ലെങ്കിൽ TCA സൈക്കിൾ. നമ്മൾ TCA സൈക്കിൾ പഠിച്ചു. അതിന്റെ ഏതെങ്കിലും ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് TCA സൈക്കിളിലേക്ക് കടക്കുക ആൻഡ് അവസാനം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. സോ ഇതാണ് ഇന്റർമീഡിയറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്ററി ഓർ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയും. സോ ഈ സെക്കൻഡ് സ്റ്റേജിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജിൽ ചില റെഡ്യൂസിങ് ഇക്വലൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്. NADH പ്ലസ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ, FADH2 എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാമാണ് നമ്മൾ റെഡ്യൂസിങ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നുണ്ട്. സോ TCA സൈക്കിൾ ഉണ്ടായ റെഡ്യൂസിങ് ഇക്വലൻസ് NADH പ്ലസ് അല്ലെങ്കിൽ FADH2 തുടങ്ങിയവ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്കാണ് കടക്കുക. ആൻഡ് ഇവയുടെ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഓക്സിജനിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അപ്പോൾ അതിനാര് വേണം? അതിന് ചില മൈറ്റോകോൺട്രിയൽ പ്രോട്ടീൻ കോംപ്ലക്സസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം റെഡ്യൂസ്ഡ് കോഎൻസൈംസ് ടു ഓക്സിജൻ ഈസ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സോ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെയാണ്, ഏതെല്ലാം മൈറ്റോകോൺട്രിയൽ പ്രോട്ടീൻ കോംപ്ലക്സസ് വേണം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ETC ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമ്മൾ പറയാം. വേറെ പേര് റെസ്പിറേറ്ററി ചെയിൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. റെസ്പിറേറ്ററി ചെയിൻ. സോ ഇവിടെ ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കുന്ന ഓക്സിഡേറ്റീവ് പ്രോസസ് ആണ്. സോ ദിസ് ഇസ് ഓക്സിഡേറ്റീവ് പ്രോസസ് ആണ് നടക്കുന്നത്. സോ ഈ ഓക്സിഡേറ്റീവ് പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓക്സിഡേറ്റീവ് പ്രോസസ് നമ്മൾ ADPയിൽ നമ്മളൊരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ചിട്ട് ATP ആക്കി മാറ്റാനായിട്ടാണ് ഉപയോഗിക്കുക. സോ ഓക്സിഡേഷൻ ഈസ് കപ്പിൾഡ് വിത്ത് ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നത് ഫോസ്ഫോറിലേഷൻ. സോ ഓക്സിഡേഷൻ വഴി ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്ന ഫോസ്ഫോറിലേഷനായിട്ട് കപ്പിൾഡ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് നമ്മൾ പറയാം. സോ അത് അടുത്ത സ്റ്റെപ്പാണ്. സോ ദിസ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ETC ആണ്. സോ ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ETCയും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഈ ഡൈജഷനും TCA സൈക്കിളും എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്ന് പറയാം. സോ നമ്മൾ ഈ വീഡിയോയിൽ പറയാ, ഈ റെഡ്യൂസ്ഡ് കോഎൻസൈംസിലെ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഭാഗം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആൻഡ് ATP സിന്തസിസ് കപ്പിൾ ചെയ്യുന്ന ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പറയും. ആൻഡ് ഇതിന്റെ ETCയുടെ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പറയും. ദെൻ അൺകപ്ലേഴ്സ്. സോ ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ പറയും. ആൻഡ് ഈ കംപ്ലീറ്റ് പ്രോസസ് ETC ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, അതിനെ നമുക്ക് വിളിക്കാവുന്ന വേറെ പേര് സെൽ റെസ്പിറേഷൻ എന്ന് വിളിക്കാം. സെൽ റെസ്പിറേഷൻ എന്നും നമ്മൾ വിളിക്കും. ETC കൈമാറുന്ന ETCയെ നമ്മൾ റെസ്പിറേറ്ററി ചെയിൻ എന്ന് പറയുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അപ്പോൾ നമുക്ക് ETCയിലേക്ക് വരാം. ETC പഠിക്കാൻ നമുക്ക് ചില ടേംസ് അറിഞ്ഞിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ടേമാണ് റിഡോക്സ് പെയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഇത് കേട്ടിരിക്കണം. റിഡോക്സ് പെയർ എന്താണെന്ന് പറയാൻ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷൻ അറിയണം. സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ മാറ്റുന്നത് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓക്സിജൻ ഇങ്ങോട്ട് കൊടുത്താലും അത് ഓക്സിഡേഷനാണ്. സോ ഇലക്ട്രോൺ ഓർ ഹൈഡ്രജൻ നഷ്ടപ്പെടുന്നു, അതാണ് നമ്മുടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഫെറസ്, Fe2+ ഫെറസ് ആണല്ലോ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താവുന്നു? Fe3+ ആകും, ഫെറിക് ആയിട്ട് മാറും. അതേപോലെ കുപ്രസ് Cu+ ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെന്താവും? കുപ്രിക് ആയിട്ട് മാറും. കുപ്രിക്
ഇലക്ട്രിക് Cu2+ ആയിട്ട് മാറും. ഇനി ഇവയ്ക്ക് തിരിച്ച് ഒരു ഇലക്ട്രോൺ കിട്ടിയാലോ അല്ലെങ്കിൽ ഹൈഡ്രജൻ കിട്ടി എന്ന് വിചാരിക്കുക. ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഗെയിൻ ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോൺസ്. അപ്പൊ എന്ത് സംഭവിക്കും? ഫെറിക് തിരിച്ച് ഫെറസ് ആയിട്ട് മാറും. സോ ഇങ്ങോട്ടേക്ക് തിരിച്ച് മാറും. കുപ്രിക് തിരിച്ച് കുപ്രസ് ആയിട്ട് മാറില്ലേ? മാറും. അപ്പൊ ഇനി ഒന്ന് ആലോചിക്കുക. തിങ്ക് ഓഫ് എ സബ്സ്റ്റൻസ്. Electron lost in oxidation is taken up by an acceptor and become reduced. So such substances which exist in both states, reduced സ്റ്റേറ്റിലും ഇരിക്കാം, ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലും ഇരിക്കാം, ഇലക്ട്രോൺ കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും അനുസരിച്ച്. സോ ഇങ്ങനെ ഇരിക്കുന്ന പെയറുകളെയാണ് നമ്മൾ റിഡോക്സ് പെയർ. സോ ഇതിനെയാണ് നമ്മൾ റിഡോക്സ് പെയർ എന്ന് പറയാം. ഓക്സിഡേഷൻ റിഡക്ഷൻ പെയർ ആണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ പെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഡോക്സ് പെയർ എന്ന് വിളിക്കുക. ഉദാഹരണങ്ങൾ NAD+, and NADH+, ഓക്സിഡൈസ്ഡ്, റെഡ്യൂസ്ഡ്. അടുത്ത എക്സാമ്പിൾ FMN and FMNH2, FAD and FADH2. സോ ഇതെല്ലാം റിഡോക്സ് പെയർസ് ആണ്. ഓക്സിഡൈസ് സ്റ്റേറ്റിലും ഇരിക്കും, റെഡ്യൂസ് സ്റ്റേറ്റിലും ഇരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ഇലക്ട്രോൺ കിട്ടുകയാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണോ എന്നനുസരിച്ചിരിക്കും. അടുത്ത ടേം നമുക്ക് പറയേണ്ടത് റിഡോക്സ് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമിനെ കുറിച്ചിട്ടാണ്. ഓർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പൊട്ടൻഷ്യൽ എന്നും പറയാം. ഇതാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. സോ ഇത് നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേം. സോ നമ്മളിപ്പോൾ പറഞ്ഞ വിവിധ തരം റിഡോക്സ് പെയേഴ്സിന് എല്ലാം ഇലക്ട്രോൺ സ്വീകരിക്കാനും നഷ്ടപ്പെടാനുമുള്ള ടെൻഡൻസി ഒരേപോലല്ല. സോ നമുക്കിത് അളന്നു നോക്കാൻ പറ്റും. ആൻഡ് ഇത് അളന്നു നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്ത അളവുകളായിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമ്മൾ ഇത്തരം സബ്സ്റ്റൻസിന്റെ ടെൻഡൻസി ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ ടെൻഡൻസി ഓഫ് റിഡോക്സ് പെയർ ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ് മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് റിഡോക്സ് പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ റിഡോക്സ് പൊട്ടൻഷ്യൽ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ടെൻഡൻസി. ടെൻഡൻസി ആരുടെയാണ്? ടെൻഡൻസി ഓഫ് റിഡോക്സ് പെയർ. എന്തിനാണ്? ടു ലൂസ് ഇലക്ട്രോൺ ലൂസ് ചെയ്യുക ഓർ ടു ഗെയിൻ ഇലക്ട്രോൺസ്. രണ്ടിനും ഉള്ള ടെൻഡൻസി നമ്മൾ അളന്നു നോക്കുകയാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. എന്നിട്ടൊരു വാല്യൂ കൊടുക്കും. അപ്പോൾ ചില സബ്സ്റ്റൻസിന് ഇലക്ട്രോണിനോട് ഹൈഡ്രജനേക്കാൾ കൂടുതൽ അഫിനിറ്റി എങ്കിൽ സോ അതിനെ നമുക്ക് പോസിറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ ആണ്. പോസിറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ള കോമ്പൗണ്ട്. സോ ഹയർ അഫിനിറ്റി ഫോർ ഇലക്ട്രോൺസ് ദാൻ ഇലക്ട്രോൺസിനോടാണ് കൂടുതൽ അഫിനിറ്റി ദാൻ ഹൈഡ്രജനോട് ഇല്ല. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ലോവർ അഫിനിറ്റി ഫോർ ഇലക്ട്രോൺസിനോട് അഫിനിറ്റി കുറവും ഹൈഡ്രജനോട് കൂടുതൽ അഫിനിറ്റിയും ആണെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ള കോമ്പൗണ്ട് എന്ന് വിളിക്കാം. നെഗറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സോ അപ്പോൾ റിഡോക്സ് പെയറിന് എന്തൊക്കെ ഉണ്ടാകും? റിഡോക്സ് പെയറിന് ഒന്നുകിൽ പോസിറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നെഗറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യൽ വാല്യൂസ് ഉണ്ടാകാം. സോ റിഡോക്സ് പെയർസ് ക്യാൻ ബി പോസിറ്റീവ് വാല്യൂ ഓർ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ നമ്മൾ വാല്യൂ പറഞ്ഞാൽ NADH നമുക്ക് ആദ്യം എഴുതാം. NADH ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.32 ആണ്, -0.32 ആണ്. ആൻഡ് ഇതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. സോ ഇതിന് സ്ട്രോങ് റെഡ്യൂസിങ് മോളിക്യൂൾ ആണ്. സോ ദിസ് എ സ്ട്രോങ് റെഡ്യൂസിങ് മോളിക്യൂൾ ആണ്. ഇതിനാണ് അപ്പോൾ ഏറ്റവും കുറവ്. NADH-നാണ് ഏറ്റവും കുറവ്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ ഇവിടെ എഴുതാം, അത് ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്സിജൻ ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.82 ആണ്, പ്ലസ് ആണ്, 0.82 volts ആണ്. സോ ദിസ് എ സ്ട്രോങ് ഓക്സിഡന്റ് മോളിക്യൂൾ ഇതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതിന് ഇടയിലാണ് എന്നുള്ളതാണ്. ആൻഡ് ഈ പറയുന്നതിന്റെ ഇതിന്റെ വാല്യൂ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതിന്റെ ഈ ഓർഡർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുന്നേ പറ്റൂ, ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഏറ്റവും കുറഞ്ഞ റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് ആദ്യം ഉണ്ടാവുക, ദെൻ അതിൽ കൂടുതൽ ഇങ്ങനെ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും അവസാനം എന്ന ഓർഡറിലാണ്. സോ ഇൻ ദർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിഡോക്സ് പൊട്ടൻഷ്യൽ. ഈ ഓർഡറിൽ ആണ് എവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺ കൈമാറാനായിട്ട് ഇവ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ അടുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ അപ്പൊ നമ്മൾ ഓർഡർ പറഞ്ഞാൽ ആദ്യം NADH ആണ്, അതിന് 0.32 ആണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ ഉള്ളത് FMN ആണ്. FMN-ന്റെ വാല്യൂ മൈനസ് തന്നെയാണ്, 0.12 ആണ്. ദെൻ അപ്പോൾ NADH-ൽ നിന്ന് ഇലക്ട്രോൺ കൊടുക്കുന്നത് FMN ആയിരിക്കണം. FMN-ൽ നിന്ന് പിന്നെ കൊടുക്കുന്നത് സൈറ്റോക്രോം കോഎൻസൈം Q-ലേക്കാണ്, അല്ലെങ്കിൽ യുബിക്വിനോണിലേക്കാണ് കൊടുക്കുക. യുബിക്വിനോണിലേക്ക് കൊടുക്കാൻ വേറൊരാൾക്കും പറ്റും. അതിന്റെ പേര് FAD ആണ്. FAD-നും നെഗറ്റീവ് വാല്യൂ ആണ്, -0.20
0.22 ആണ്. അപ്പോൾ കോൻസാമിന്റെ വാല്യൂ 0.04 ആണ്, പോസിറ്റീവായി കഴിയും. ഇനി അടുത്തത് ഇയാൾ കൊടുക്കുന്നത് സൈറ്റോക്രോം ബിക്കാണ്. സൈറ്റോക്രോം ബിക്ക് അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്, 0.07 ആണ്. ദെൻ അവിടെ നിന്ന് സൈറ്റോക്രോം C1ലേക്കാണ്, അതിന് 0.23 ആണ്. ദെൻ സൈറ്റോക്രോം സിയിലേക്ക് കൊടുക്കുന്നു, അതിന് 0.25 ആണ്. ദെൻ സൈറ്റോക്രോം എയിലേക്കാണ് കൊടുക്കുക, അതിന് 0.29 ആണ്. ദെൻ സൈറ്റോക്രോം A3യിലേക്കാണ് കൊടുക്കുക. ദെൻ കൊടുക്കുന്നത് ഓക്സിജനിലേക്കാണ്. സോ ഏറ്റവും കുറഞ്ഞത് നെഗറ്റീവ് റിഡോക്സ് പൊട്ടൻഷ്യലുള്ള NADH നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, ദെൻ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു പോയി അവസാനം ഏറ്റവും ഉയർന്ന റിഡോക്സ് പൊട്ടൻഷ്യലുള്ള ഓക്സിജൻ. സോ ഓക്സിജനിൽ ഇലക്ട്രോൺ എത്തുന്ന ഈ ഇലക്ട്രോൺ കൈമാറ്റത്തെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. സോ ദ ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ സീക്വൻസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് ഇമ്പോർട്ടന്റ്. സോ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ടു ദ ഫൈനൽ മോസ്റ്റ് പോസിറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഉള്ള ഓക്സിജനിലേക്ക് കൈമാറുന്ന ഈ പ്രക്രിയയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്നത്. സോ നമ്മൾ ETCയിലെ കോംപ്ലക്സുകളെ പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കോംപ്ലക്സുകളെ പറ്റി പറയുക. സോ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഇൻ ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ്. നമ്മളൊന്ന് വരയ്ക്കുകയാണ്. മൈറ്റോകോൺട്രിയ എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ് എന്ന് കരുതാം. ആൻഡ് ഇന്നർ മെംബ്രെയിൻ നമ്മൾ വരയ്ക്കുന്ന ഇങ്ങനെ ഫോൾഡഡ് രീതിയിലൊക്കെയാണ് നമ്മൾ വരയ്ക്കുക, അല്ലെ ക്രിസ്റ്റേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, സോ എവിടെയാണ് ETC നടക്കുക? ഇവിടെ ഇന്നർ മെംബ്രെയിനിൽ. ഇവിടെയാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ നമ്മളവയെ കോംപ്ലക്സുകൾ എന്ന് വിളിക്കുക. ETC കോംപ്ലക്സുകൾ 4 കോംപ്ലക്സുകളാണ് നമ്മൾ വിളിക്കുക. 4 കോംപ്ലക്സ് 1 ആണ് ആദ്യത്തേത്, കോംപ്ലക്സ് 1, then 2, then 3, കോംപ്ലക്സ് 3 ആൻഡ് then കോംപ്ലക്സ് 4, then കോംപ്ലക്സ് 5 ഉണ്ട്. കോംപ്ലക്സ് 5 എന്ന് പറയുന്നത് ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സും കൂടിയുണ്ട്. സോ ഈ കോംപ്ലക്സ് അല്ലാതെ മെംബ്രെയിൻ സ്പേസിൽ ഫ്രീലി മൂവിംഗ് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ പറ്റുന്ന 2 ആൾക്കാർ കൂടിയുണ്ട്. അയാളുടെ പേരൊന്ന് കോഎൻസൈം Q അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യുബിക്വിനോൺ ആണ്. അല്ലാതെ ഉള്ളത് സൈറ്റോക്രോം C. സോ ഇങ്ങനെയുള്ള 2 ആൾക്കാർ ഫ്രീലി മൂവബിൾ ആണ്. ബാക്കിയെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുകയാണ്, കോംപ്ലക്സ് ആയിട്ട് ഇരിക്കുക. ഇനി ഈ കോംപ്ലക്സുകളുടെ പേര് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഓർഡർ NADHൽ തുടങ്ങി ഓക്സിജൻ വരെയുള്ള ഈ അസെൻഡിങ് ഓർഡർ നമ്മളൊന്ന് ഓർത്തു കഴിഞ്ഞാൽ, സോ എവിടെ നിന്ന് ആരംഭിച്ച്, സപ്പോസ് NADHൽ നിന്ന് ആരംഭിച്ച് ആർക്കാണ് കൊടുക്കുന്നത്? കോഎൻസൈം Qനാണോ കൊടുക്കുക, അല്ലെങ്കിൽ കോഎൻസൈം Qൽ നിന്ന് സൈറ്റോക്രോം സിയിലേക്കാണോ കൊടുക്കുക, ഇവിടെ നിന്ന് ഓക്സിജനിലേക്കാണോ കൊടുക്കുന്നത്, ഈ കോംപ്ലക്സിലേക്കാണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണോ? സോ എവിടെ നിന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആര് കൊടുക്കുന്നു, ആർക്ക് കിട്ടും. സോ ഇതനുസരിച്ചാണ് അവരുടെ പേര് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോംപ്ലക്സ് പറയാം. ആദ്യത്തെ കോംപ്ലക്സിന്റെ പേരെന്തായിരിക്കും? ആദ്യത്തെ കോംപ്ലക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും റിഡോക്സ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറഞ്ഞ ആളിൽ നിന്നായിരിക്കും. അപ്പോൾ അത് NADH ആണ്. NADHൽ നിന്ന് കൊടുക്കുന്നത് കോ എൻസൈം Qയിലേക്കാണ്. ആൻഡ് അതിന്റെ എൻസൈം ഈസ് ഓക്സിഡോറിഡക്ടേസ്. സോ NADH കോഎൻസൈം Q ഓക്സിഡോറിഡക്ടേസസ് എന്നാണ് ഈ കോംപ്ലക്സിന്റെ പേര്. സോ ഇതിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൽ FMN ഉണ്ട്, ദെൻ അയൺ സൾഫർ പ്രോട്ടീൻ ആണ് 2 പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. സോ ഇതെല്ലാം നമ്മളെ 42 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കൂടിയുള്ള സംഭവമാണ്. ആൻഡ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ വരയ്ക്കാം, അത് ഒരു L ഷേപ്പ് ഒരു സംഭവമാണ്. L ഷേപ്പ് ആണ് ഇതിന്. സോ ഒരു ആം ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ് ഒരു ആം, ആൻഡ് രണ്ടാമത്തെ ഈ ഭാഗം കുറച്ച് ഈ മാട്രിക്സ്, ഇത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആണെങ്കിൽ മാട്രിക്സിലേക്കാണ്. സോ വരച്ചാൽ ഇങ്ങനെയായിരിക്കും. കോഎൻസൈം ഫ്രീലി മൂവബിൾ ആണെന്ന് പറഞ്ഞു, അത് ഞാനപ്പോൾ ഇവിടെ വരയ്ക്കാം. കോഎൻസൈം Q ആണ് ഇത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് NADHൽ നിന്ന്. അപ്പോൾ NADH എന്ന് പറയുന്ന റെഡ്യൂസിങ് ഇക്വലന്റ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ TCA സൈക്കിളിലെ ആൻഡ് ഓർ അതർ ഇന്റർമീഡിയറ്റ്സിൽ നിന്നൊക്കെയാണ്. ഉദാഹരണത്തിന് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഐസോസിട്രേറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു, മാലേറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു, ഗ്ലൂക്കോണൈറ്റിൽ നിന്ന് കിട്ടിയായിരുന്നു, ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോയെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ദെൻ ഓൾസോ FADയിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. FADയിൽ നിന്ന് നമുക്ക് NADH കിട്ടും. സോ പൈറൂവേറ്റ് അല്ലെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, അതുവഴി ലിപ്പോയേറ്റ് എന്ന് പറയുന്ന സംഭവം വഴി നമുക്ക് NADH കിട്ടുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ അപ്പോൾ NADHൽ നിന്ന് 2 ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോകുക? ഇവിടെ നമ്മൾ പറഞ്ഞത് FMN ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ FMNലേക്ക് പോകും. FMN അപ്പം എന്താകും?
FMnH2 ആയിട്ട് മാറും. അപ്പോൾ NAD എന്തായി, 2 ഇലക്ട്രോൺ പോയപ്പോൾ NAD+ ആയിട്ട് മാറി. സോ FMnൽ നിന്ന് പോകുന്നത് നമ്മൾ പറഞ്ഞു ഫെറസ്, FeS, ഫെറസ് സൾഫർ അല്ലെ, അങ്ങനെയുള്ള ഓക്സിഡേറ്റീവ് സിസ്റ്റം, ഫെറസ് ആൻഡ് ഫെറിക് ഓക്സിഡേറ്റീവ് സിസ്റ്റം ആണ്. ആൻഡ് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോയി ഇവിടെ നിന്നാണ് കോഎൻസൈം Qയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിനെ വേറെ പേര് യുബിക്വിനോൺ എന്നാണെന്നും നമ്മൾ പറഞ്ഞു, യുബിക്വിനോൺ. സോ NADH നിന്ന് യുബിക്വിനോണിലേക്കാണ് ഇലക്ട്രോൺ എത്തിയത്. അപ്പോൾ ഈ യുബിക്വിനോൺ എന്ന് പറയുന്നത് ഫ്രീലി മൂവിങ് സംഭവമാണ് എന്ന് നമുക്ക് പറയാം. ഈ കോംപ്ലക്സിന്റെ ഭാഗമല്ല, പക്ഷെ നമ്മൾ കോംപ്ലക്സിന് NADH പ്ലസ് കോഎൻസൈം Q എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലുള്ളതാണ്. ലിപ്പിഡ് സോൾബിൾ ഐസോപ്രീൻ കോമ്പൗണ്ട് ആണ്. ആൻഡ് ഇതിന് പ്രത്യേകത ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും രണ്ടിനെയും ക്യാരി ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ കോഎൻസൈം Q എന്ന് പറയുന്നത്. കാർഡിയോ ലിപ്പിൻ എന്ന് പറയുന്ന ഒരു ഫോസ്ഫോലിപ്പിഡിനൊപ്പമാണ് ഇത് കാണുക. മൈറ്റോകോൺട്രിയൽ ലിപ്പിഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ഈ യുബിക്വിനോൺ എന്ന് പറയാം. സോ ഇതൊരു ക്വിനോൺ ആണ്. ക്വിനോൺ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ക്വിനോൺ മാത്രം വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിൾ ബോണ്ടോ ഇവിടെ ഡബിൾ ബോണ്ടോ, ഒരു ഇലക്ട്രോൺ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് OH ആയിട്ട് മാറും. 2 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെയും OH ആയിട്ട് മാറും. സോ അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത്, യുബിക്വിനോൺ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ സെമി ക്വിനോൺ ആയിട്ട് മാറും, അല്ലെങ്കിൽ 2 കിട്ടിക്കഴിയുമ്പോൾ യുബിക്വിനോൾ ആയിട്ട് മാറും. യുബിക്വിനോൾ ആയിട്ടാണ് മാറുക. അപ്പം നമ്മൾ സാധാരണ എഴുതുന്നത് QH2 ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ എഴുതുക. സോ കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ആവുന്നത് QH2 ആണ്. സോ ഇങ്ങനെ NADHൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി യുബിക്വിനോണിൽ എത്തുമ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. 4 പ്രോട്ടോൺ ഇവിടെ നിന്ന് ഇതുവഴി പമ്പ് ചെയ്ത് ഈ വഴി നേരെ പുറത്തേക്ക് എത്തുന്നുണ്ട്. ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ സ്പേസിനകത്തേക്ക് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 പോസിറ്റീവ് അല്ലെങ്കിൽ 4 പ്രോട്ടോൺ H+ ഇവിടെ എത്തുന്നുണ്ട് എന്നുകൂടി ഓർത്ത്. സോ ഇതാണ് കോംപ്ലക്സ് 1. കോംപ്ലക്സ് 1ൽ നടക്കുന്നത് ഇതാണ്. സോ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നു, കോഎൻസൈം Q വരെ കൊടുക്കുന്നു. 2 പമ്പിംഗ് ഓഫ് 4 പ്രോട്ടോൺസ് നടക്കും. പമ്പിംഗ് ഓഫ് പ്രോട്ടോൺസ് 4 ഓർത്ത് വെക്കുക. അപ്പോൾ കോംപ്ലക്സ് നമ്പർ 2 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതാം സക്സിനേറ്റ്. സക്സിനേറ്റ് എന്ന് കൊടുത്തിട്ട് കോഎൻസൈം Qയിലേക്കാണ് കോഎൻസൈം Q. അപ്പോൾ കൊടുക്കുന്ന ആൾ കിട്ടുന്ന ആൾ ഓക്സിഡോ റിഡക്ടേസ് എന്നാണ് ഇതിന്റെ പേര്. രണ്ടാമത്തെ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ 2ന്റെ പേര് ഇതാണ്. അല്ലെങ്കിൽ വേറെ ഫേമസ് പേരുണ്ട് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് നമ്മൾ TCA സൈക്കിളിലൊക്കെ പഠിച്ച ആളും ഇവിടെ തന്നെയാണ്. സോ ഇതൊരു ചെറിയ കോംപ്ലക്സ് ആണ്. ഇന്നർ മെംബ്രെയിനിൽ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലുള്ള ഒരു ചെറിയ കോംപ്ലക്സ് ആണിത്. സോ സക്സിനേറ്റ് എവിടെ നിന്നൊക്കെയാണ്, TCA സൈക്കിളിൽ നിന്ന് കിട്ടുന്നു, ദെൻ ഫാറ്റി അസൈൽ കോയിൽ നിന്ന് കിട്ടുന്നു, ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്. സോ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് സക്സിനേറ്റ് കിട്ടുക. സോ ഈ കോംപ്ലക്സിൽ 2 പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആണ്. ഒന്ന് FAD ആണ് ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. രണ്ടാമത്തെ FeS അല്ലെങ്കിൽ ഫെറസ് അയൺ സൾഫർ ആണ് രണ്ടാമത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകും. സോ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ പ്രോട്ടോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ 4 പ്രോട്ടോൺ തള്ളി എന്ന് പറഞ്ഞു, ഇവിടെ അതില്ല. നോ പ്രോട്ടോൺ പമ്പിങ്. അപ്പോൾ ഇവിടെ പ്രോട്ടോണിന്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നീട് FADയിൽ നിന്ന് 1.5 ATP മാത്രമാണ് കിട്ടുന്നത്. NADHൽ നിന്ന് നമുക്ക് 2.5 ADP കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം ഇവിടെ പ്രോട്ടോൺ തള്ളൽ ഇല്ലാത്തതുകൊണ്ടാണ്. സോ സക്സിനേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോയി, അത് FAD ആവുന്നു. അപ്പോൾ FADH2 ആയിട്ട് മാറുന്നു. ദെൻ ഈ വഴി ഇങ്ങോട്ടേക്ക് കോഎൻസൈം Qയിൽ തന്നെയാണ് അവസാനിക്കുക. വീണ്ടും യുബിക്വിനോണിൽ തന്നെ എത്തും. സോ യുബിക്വിനോൾ റെഡ്യൂസ്ഡ് ആയിട്ട് യുബിക്വിനോൾ ആയിട്ട് മാറും. സോ രണ്ടായാലും യുബിക്വിനോളിൽ ഇലക്ട്രോൺ എത്തുന്നു, യുബിക്വിനോൾ റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് കോംപ്ലക്സ് 3 എന്ന് പറയുന്നത്. കോംപ്ലക്സ് 3 ആണ് ഇത്. കോംപ്ലക്സ് 3യുടെ പേര് കോഎൻസൈം Q. ഇതാണ് കോഎൻസൈം Q. ദെൻ സൈറ്റോക്രോം C എന്നാണ് സൈറ്റോക്രോം C. ഇതാണ് സൈറ്റോക്രോം C എന്ന് പറയുന്നത്. സോ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കോഎൻസൈം Q ആൻഡ് സൈറ്റോക്രോം C ഓക്സിഡോ റിഡക്ടേസ്. സോ കോഎൻസൈം Q സൈറ്റോക്രോം C ഓക്സിഡോ റിഡക്ടേസസ് എന്നാണ് കോംപ്ലക്സ് 3യുടെ പേര് ഇതാണ്. സോ തുടക്കം അവസാനം ഇതാണല്ലോ പേര് കൊടുക്കുക. പക്ഷെ കോഎൻസൈം Qയും സൈറ്റോക്രോം Cയും കോംപ്ലക്സിന്റെ ഭാഗമല്ല എന്നുള്ളതാണ്. അപ്പോൾ കോംപ്ലക്സിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കോംപ്ലക്സ് ഒരു മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻ ആണ്. അതിനകത്ത് ഉള്ളത് ഒന്ന് സൈറ്റോക്രോം B ഉണ്ട്, അതാണ് ഒരാള്. 2 സൈറ്റോക്രോം C1 ഉണ്ട്. ആൻഡ് ഇവിടെ പിന്നെ ഉള്ളത് FeS അയൺ സൾഫർ പ്രോട്ടീൻ സെന്റർ ഉണ്ട്. ആൻഡ് അയൺ സൾഫർ ഒരു നോൺ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ്. സോറി, അയൺ സൾഫർ പ്രോട്ടീൻ എന്ന് വിളിക്കും. പക്ഷെ സൈറ്റോക്രോം B ഇതിനകത്ത് നമുക്ക് 2 ഹീം റെസിഡ്യൂസ് ഉള്ള സംഭവമാണ്. സോ ഹീമോഗ്ലോബിൻ പോലുള്ള സംഭവം ഇതിനകത്ത്. സോ അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ നിന്ന് യുബിക്വിനോളിൽ നിന്ന് ഇലക്ട്രോൺ സൈറ്റോക്രോം Bയിലേക്കാണ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തുക. ദെൻ അത് FeSലേക്ക് എത്തുന്നു. അവിടെ നിന്ന്
നിന്ന് സൈറ്റോക്രോം C1 ആണ് C1 എത്തും. സോ അവസാനം മൊബൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള സൈറ്റോക്രോം സിയിലേക്ക് എത്തുക. സോ സൈറ്റോക്രോം സി ഈസ് മൊബൈൽ, ഇതും മൊബൈൽ ആയിരുന്നു, മീൻസ് ഫ്രീലി മൂവബിൾ ആണ്, കോംപ്ലക്സിന്റെ ഭാഗമല്ല. ആൻഡ് ദിസ് ഈസ് വാട്ടർ സോലുബിൾ ആണ്. സൈറ്റോക്രോം സി ഈസ് വാട്ടർ സോലുബിൾ ആണ്. മാത്രമല്ല സൈറ്റോക്രോം സിക്ക് ഒരു സമയം ഒരു ഇലക്ട്രോൺ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. സോ അറ്റ് എ ടൈം 1 ഇലക്ട്രോൺ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യൂ സൈറ്റോക്രോംസ്. സൈറ്റോക്രോം സിയിൽ ഹീം ആണ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവം. ആൻഡ് ഇവിടെ ഇതിന് മറ്റൊരു പരിപാടിയും കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് 4 H+നെ 4 പുറന്തള്ളുന്ന പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ലൈക്ക് കോംപ്ലക്സ് 1. സോ ഇലക്ട്രോൺ ഇപ്പോൾ എവിടെ എത്തി? ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ എത്തി. സൈറ്റോക്രോം സിന്റെ കയ്യിൽ ഇലക്ട്രോൺ എത്തി. സോ സൈറ്റോക്രോം സിയിൽ നിന്ന് ഈ ഇലക്ട്രോൺ അവസാനമായിട്ട് സ്വീകരിക്കേണ്ട ആൾ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ളത് ഓക്സിജൻ ആണ്. സോ അപ്പോൾ അതിന് പോകേണ്ട വഴി എന്ന് പറയുന്നത് കോംപ്ലക്സ് 4 ആണ്. കോംപ്ലക്സ് 4 എന്ന് പറയുന്നതിന് മറ്റൊരു പേര് സൈറ്റോക്രോം ഓക്സിഡേസ് എന്നാണ് ഇതിന്റെ പേര്. സോ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സൈറ്റോക്രോം എ ഉണ്ട് ആൻഡ് സൈറ്റോക്രോം A3 ഉണ്ട്. എയും A3 ആണ്. സോ എ ആൻഡ് A3 ഇതാണ് ഇതിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ആൻഡ് ഇതിനകത്ത് 2 ഹീം ഉണ്ട്. അല്ലാതെ പിന്നെ ഒരാൾ കൂടി ഉണ്ട്, അത് കോപ്പർ ആണ്. Cu കോപ്പർ ഓക്സിഡൈസ് ആൻഡ് നോൺ ഓക്സിഡൈസ് അല്ലെങ്കിൽ കുപ്രിക് ഫോമിൽ ഉള്ള യൂണിറ്റ് ആണ് കോംപ്ലക്സ് 4 എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. സോ കോപ്പർ ഉള്ളത് ഇതിലാണ്, 4th കോംപ്ലക്സിലാണ് കോപ്പർ ഉള്ളത്. സോ സൈറ്റോക്രോം സിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഇവിടെ ഈ വഴി ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ എത്തി, 4 എത്തി എന്ന് വിചാരിക്കുക. +4 പ്രോട്ടോൺ H++ ഈ ഓക്സിജനും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2H2O നമുക്ക് കിട്ടും. അവസാനം അപ്പോൾ വെള്ളമായി എന്നുള്ളതാണ്. സോ ദ ഫൈനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ ആണ് ആൻഡ് വാട്ടർ ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. പക്ഷേ ഇവിടെയും ഒരു കാര്യം കൂടി ഓർക്കുക, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ H+ പുറത്തേക്ക് പോകുന്നുണ്ട്. എത്ര എണ്ണം പോകുന്നുണ്ട് എന്ന് വെച്ചാൽ 2 H+ ആണ് പുറത്തേക്ക്. സോ ഒരു H+ ഇവിടെ ഒരു H+ ഇവിടെ ഇങ്ങനെ 2 എണ്ണം പുറത്തേക്ക് പോകുന്നുണ്ട് ഈ കോംപ്ലക്സ് വഴി, കോംപ്ലക്സ് നമ്പർ 4 വഴി. സോ NADH ഇതാണ് NADH, FAD ഇതാണ് FAD. ഇതുപോലുള്ള റെഡ്യൂസിങ് ഇക്വലൻസിൽ നിന്ന് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ വെച്ചിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ഇങ്ങനെ പോയി കൈമാറി അവസാനം ഓക്സിജനിലായി ചേർന്ന് വാട്ടർ ആകും. അതോടൊപ്പം എത്ര എണ്ണം പോകുന്നുണ്ട്? 4 എണ്ണം ഇവിടെ പോകുന്നുണ്ട്. H+ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ 4 H+ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ 2 എണ്ണം പോകുന്നു. സോ ഇതിന്റെ കൂട്ടി കഴിഞ്ഞാൽ 4+2 10. NADH നിന്ന് 10 എണ്ണം പോയി. ആൻഡ് FAD ആണെങ്കിൽ 4+2 6 എണ്ണമാണ് പോകുന്നത്. H+ പുറത്തേക്ക് പോവുകയാണ്. സോ ഈ പുറത്ത് പോയ H+, സോ H+ന് പുറത്തേക്ക് ഇതിലെ കൂടി ഒന്നും കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മൈറ്റോകോൺട്രിയ വീണ്ടും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ അകത്തേക്ക് H+ന് കടക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആണ് അടുത്ത ഫൈനൽ കോംപ്ലക്സ് നമ്പർ 5. ഇതിന്റെ പേര് ATP സിന്തേസ് എന്നാണ്. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ NADH നിന്ന് കോംപ്ലക്സ് 1 വഴി 4H, കോംപ്ലക്സ് 3 വഴി 4H, കോംപ്ലക്സ് 4 വഴി 2H, മൊത്തം 10 H+ പുറന്തള്ളുന്നുണ്ട്. FAD നിന്നാണെങ്കിൽ വെറും 6 H+ മാത്രമാണ് പുറന്തള്ളുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമ്മൾ 1.5 ATP മാത്രമാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2.5 ATP കിട്ടുന്നു എന്ന് പറയാൻ കാരണം ഇവിടെ നിന്ന് ഒരു 4 H+ കൂടി കൂടുതൽ പുറത്തേക്ക് പോകും. സോ ഈ വന്ന H+ വെച്ചിട്ട് നമ്മൾ ഇനി ഒരു പരിപാടി നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ADPയിലേക്ക് ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുന്ന ഫോസ്ഫോറിലേഷൻ. സോ അതുകൊണ്ടാണ് അതിനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അത് ഈ ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.